കോതമംഗലത്ത് TTC വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മുഖ്യപ്രതിയുടെ മാതാപിതാക്കളെയും സുഹൃത്തിനെയും കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. സേലത്ത് നിന്നുമാണ് പ്രതികളെ പിടികൂടിയത്. ഇവരെ പ്രാഥമികമായുള്ള ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. കാമുകനും കുടുംബവും മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയും തടഞ്ഞുവെച്ച് മർദ്ദിക്കുകയും ചെയ്തുവെന്ന കാരണത്താലാണ് TTC വിദ്യാർത്ഥിനിയായ 23-കാരി ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ പ്രേരണക്കുറ്റം ചുമത്തി കാമുകനായിരുന്ന ആലുവ പാനായിക്കുളം തോപ്പിൽപ്പറമ്പിൽ റമീസിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ റിമാൻഡിലാണ്. റമീസിന്റെ മാതാപിതാക്കളായ റഹീം, ഷെറിൻ എന്നിവരെയും റമീസിന്റെ സുഹൃത്ത് സഹദിനെയും പോലീസ് കൂട്ടുപ്രതികളാക്കിയിരുന്നു. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലും കൂട്ടുകാരിയുടെ മൊഴിയിലും ഇവരുടെ പങ്ക് വ്യക്തമായിരുന്നു. റമീസിന്റെ അറസ്റ്റിന് പിന്നാലെ ഒളിവിൽ പോയ 3 പേരെയും തിങ്കളാഴ്ചയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റഹീമിനെയും ഷെറിനെയും തമിഴ്നാട്ടിലെ സേലത്തുള്ള ലോഡ്ജിൽ നിന്നുമാണ് പിടികൂടിയത്. അന്വേഷണ സംഘത്തിലുള്ള പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കോതമംഗലം സ്റ്റേഷനിൽ എത്തിച്ചത്. ഇവരെ ഒളിവിൽ കഴിയാനായിട്ട് സഹായിച്ചിട്ടുണ്ടോ? അത് പരിശോധിച്ച് വരികയാണ്. നിലവിൽ ഈ വകുപ്പാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചേർത്ത ശേഷം ചോദ്യം ചെയ്ത ശേഷം അവർക്കെതിരെയാണ് ഇത് തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. അതെ അതെ അതേ കുറ്റം തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ ചോദിച്ച ശേഷം അന്വേഷണം നടത്തി പൂർത്തിയായിട്ടില്ല. കൂടുതൽ അതിന് ശേഷം ഹാജരാക്കും. ഹാജരാക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നല്ല നടപടി തുടങ്ങിയിട്ടുണ്ട്. ഉടനെ ഉണ്ടാവും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായ DYSP PM ബിജുവിന്റെ നേതൃത്വത്തിൽ ഇവരെ പോലീസ് ചോദ്യം ചെയ്തു. യുവതിയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിൽ 3 പേരുടെയും പങ്ക് വ്യക്തമായതായി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത ശേഷം വിശദമായ ചോദ്യം ചെയ്യലിനായി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. റിമാൻഡിലുള്ള റമീസിനെ ബുധനാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. ഇതോടൊപ്പം മറ്റ് 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. GTV ന്യൂസ്, കോതമംഗലം.